കത്തോലിക്ക സഭയിൽ നിരവധി ചരിത്രപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന മഹാ ഇടയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. പോപ്പ് നിത്യതയിലേക്ക് മറയുമ്പോൾ അടുത്ത മാർപ്പാപ്പ ആരാകുമെന്ന ചർച്ചയിലാണ് ലോകം. സഭാ നേതൃത്വം പതിറ്റാണ്ടുകളായി നിലപാടെടുക്കാൻ മടിച്ചുനിന്ന പല വിഷയങ്ങളിലും വ്യക്തമായ നിലപാടുകൾ കൈക്കൊള്ളാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചിരുന്നു. എതിർപ്പുകളെല്ലാം തരണം ചെയ്ത് തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഫ്രാൻസിസ് പാപ്പയ്ക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമി ആരായിരിക്കുമെന്ന് തീരുമാനിക്കുമ്പോഴും ഇതൊക്കെ കണക്കിലെടുത്ത് തന്നെയായിരിക്കണം എന്നുള്ളതും പ്രധാനമാണ്. പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് സഭയുടെ പരമാധ്യക്ഷനെ തീരുമാനിക്കുന്ന ചടങ്ങ് മാത്രമല്ല. 137 കോടി അംഗങ്ങളുടെ ആഗോള കാത്തോലിക്ക സഭ ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നതെന്നും പരിവർത്തനത്തിന്റെ വഴിയിലാണോ മുന്നോട്ട് നയിക്കപ്പെടുന്നതെന്നീ കാര്യങ്ങളുടെ എല്ലാം നിലപാട് പ്രഖ്യാപനം കൂടിയാണ്. സാധാരണ മാർപ്പാപ്പ കാലം ചെയ്ത് 15 മുതൽ 20 ദിവസത്തിനിടെയാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. അന്ത്യശുശ്രൂഷകൾ യഥാവിധി പൂർത്തിയാക്കാനും 9 ദിവസത്തെ ദുഃഖാചരണ ചടങ്ങുകൾ നടത്താനും ലോകമെങ്ങുമുള്ള കർദിനാൾമാർക്ക് വത്തിക്കാനിലെത്താനും വേണ്ട സമയം നൽകുന്നതിനാണിത്. അതീവ രഹസ്യ സ്വഭാവത്തോടെയുള്ള പാരമ്പര്യ രീതിയിലാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. ലോകമെങ്ങുമുള്ള കർദിനാൾമാരെ വത്തിക്കാനിലേക്ക് വിളിപ്പിക്കുന്നതോടെയാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. പാപ്പൽ കോൺക്ലേവ് എന്നാണ് ഈ സമ്മേളനത്തിന്റെ പേര്. 69 രാജ്യങ്ങളിലായി 200-ലേറെ കർദിനാൾമാർ ഇപ്പോഴുണ്ട്. അതിൽ 120 പേരാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുക. 1975 കൊണ്ടുവന്ന ചട്ടപ്രകാരം 80 വയസ്സിന് താഴെയുള്ള കർദിനാൾമാർക്ക് മാത്രമാണ് വോട്ടവകാശമുള്ളത്. സിസ്റ്റൈൻ ചാപ്പലിലാണ് വോട്ടെടുപ്പ് നടക്കുക. പാപ്പൽ കോൺക്ലേവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് ആരുമായും ബന്ധപ്പെടാൻ ഇവർക്ക് സാധിക്കില്ല. നടപടിക്രമങ്ങൾ എത്ര ദിവസം നീണ്ടാലും കോൺക്ലേവിൽ പങ്കെടുക്കുന്ന ആർക്കും പുറത്തു പോകാൻ കഴിയില്ല. ജയിക്കാൻ 3/2 ഭൂരിപക്ഷം വേണം. അത് ലഭിക്കും വരെ വോട്ടെടുപ്പ് തുടരും. ഒരു റൗണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ സമവായമായില്ലെങ്കിൽ ആ ബാലറ്റുകൾ കത്തിക്കും. സിസ്റ്റൈൻ ചാപ്പലിന് മുകളിലുള്ള ചിമ്മിനിയിലൂടെ കറുത്ത പുക പുറത്തുവരും. ടെലിവിഷനിലും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നും തെരഞ്ഞെടുപ്പ് വീക്ഷിക്കുന്നവർക്കുള്ള സന്ദേശമാണിത്. മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് തുടരുമെന്ന സന്ദേശമാണ് കറുത്ത പുക. ബാലറ്റുകൾക്കൊപ്പം ചില രാസവസ്തുക്കൾ കൂടി കത്തിക്കുമ്പോഴാണ് കറുത്ത പുക രൂപപ്പെടുന്നത്. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് ചിലപ്പോൾ ദിവസങ്ങളും ആഴ്ചകളും അതിലേറെയും നീണ്ടുപോയേക്കാം. അങ്ങനെ നടന്നിട്ടുള്ള ചരിത്രവുമുണ്ട്. വോട്ടെടുപ്പിനൊടുവിൽ ഒരു കർദിനാളിന് 3/2 ഭൂരിപക്ഷം ലഭിച്ചാൽ സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ കൂടി വെളുത്ത പുക വരും. അതിനുശേഷം അദ്ദേഹം ആ പദവിയിലിരിക്കാൻ സന്നദ്ധനാണോ എന്ന് ഔദ്യോഗികമായി ചോദിക്കും. അതിനുശേഷം പുതിയ മാർപ്പാപ്പയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. മാർപ്പാപ്പയാവാൻ സമ്മതിക്കുകയാണെങ്കിൽ മുൻപുള്ള വിശുദ്ധന്മാരിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര് സ്വന്തം പേരായി തിരഞ്ഞെടുക്കണമെന്നാണ് രീതി. പിന്നീട് ആ പേരിലായിരിക്കും ഇവരെ അറിയപ്പെടുക.
ഇതേ തുടർന്ന് മുതിർന്ന കർദിനാൾ ഡീക്കൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് ലാറ്റിൻ ഭാഷയിൽ നമുക്കൊരു പോപ്പ് ഉണ്ട് എന്ന് വിളിച്ചു പറയും. തൊട്ടുപിന്നാലെ പുതിയ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് തന്നെ അനുയായികളെ അഭിവാദ്യം ചെയ്യുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും. പിന്നീട് പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും.